സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ വിദേശികളായ താമസക്കാർക്ക് സ്വന്തം പേരിൽ 2 സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമേ ഉടമസ്ഥാവകാശത്തിന് അർഹതയുള്ളൂ എന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അബ്ഷിർ മുഖാന്തരം നമ്പർ പ്ലേറ്റ് മാറ്റം നടത്താനാകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. സ്വന്തം പേരിലുള്ള വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മറ്റൊരാളുടെ വാഹന നമ്പർ പ്ലേറ്റുമായി പരസ്പരം സമ്മതപ്രകാരം അബ്ഷിറിലൂടെ മാറ്റാനും സൗകര്യമുണ്ട്. സ്വന്തം ഉടമസ്ഥതയിലും പേരിലുമുള്ള വാഹനങ്ങളുടെ നമ്പറുകളാണ് ഇത്തരത്തിൽ അബ്ഷിർ മുഖാന്തരം മാറുവാൻ അനുവദിക്കുകയുള്ളൂ. ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ എന്നിവയും കാലാവധി ഉണ്ടായിരിക്കുകയും വേണം. കൂടാതെ മതിയായ ഫീസുകളും നൽകണം. ഇതിനുശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാനാകൂ എന്നും ഗതാഗത വിഭാഗം കൂട്ടിച്ചേർത്തു. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി പൂർത്തിയാക്കി 60 ദിവസം കഴിഞ്ഞ് ലൈസൻസ് പുതുക്കുന്നതിന് പിഴ നൽകണമെന്നും അധികൃതർ എക്സ് പ്ലാറ്റ്ഫോമിൽ വിശദമാക്കി. ലൈസൻസ് കാലഹരണപ്പെട്ട തീയതി മുതൽ 60 ദിവസം കഴിഞ്ഞ് ഓരോ വർഷവും അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തു നിന്നും 100 റിയാലാണ് ലേറ്റ് ഫീസ് നൽകേണ്ടത്. ട്രാഫിക് പിഴകൾ ഒഴിവാക്കാൻ സമയബന്ധിതമായി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ടതിന്റെ പ്രാധാന്യം സൗദി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് കൂട്ടിച്ചേർത്തു. ദുബൈ റൺ 2024 ചലഞ്ചിന്റെ ഭാഗമായി നവംബർ 24 ഞായറാഴ്ച ദുബൈയിലെ ചില പ്രധാന റോഡുകൾ രാവിലെ 3:30 മുതൽ 10:30 വരെ താൽക്കാലികമായി അടയ്ക്കുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. അടയ്ക്കുന്ന റോഡുകൾ: ഷെയ്ഖ് സായിദ് റോഡ്, ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ടിൽ നിന്നും 2ാം ബ്രിഡ്ജ് വരെ, അൽ സുക്കൂക്ക് റോഡ്, ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും അൽ ബൗർഷ റോഡിലേക്ക്, ലോവർ ഫിനാൻഷ്യൽ സെന്റർ റോഡ്, ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും അൽ ഖൈൽ റോഡിലേക്ക്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നതിനിടെ കത്തിക്കയറി ഖത്തർ റിയാൽ രൂപ വിനിമയ നിരക്കും. ഇന്നത്തെ വിപണി അനുസരിച്ച് ഒരു ഖത്തർ റിയാലിന് 23 രൂപ 19 പൈസയാണ് വിനിമയ നിരക്കെങ്കിലും പണ വിനിമയ സ്ഥാപനങ്ങളിൽ 23 രൂപ 10 പൈസയ്ക്കും 23 രൂപ 15 പൈസയ്ക്കും ഇടയിലാണ് വിനിമയ നിരക്ക് ലഭിക്കുക. വിപണിയിലേതിനേക്കാൾ 10 മുതൽ 15 ദിർഹം കുറവാണ് നാട്ടിലേക്ക് അയക്കുമ്പോൾ ലഭിക്കുന്ന നിരക്ക്. രൂപയുടെ മൂല്യം കുറയുന്നത് പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. മാസാവസാനമാകുമ്പോഴേക്കും വിനിമയ നിരക്ക് ഉയരുന്നത് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഗണ്യമായ പ്രയോജനം നൽകും. കഴിഞ്ഞ 6 മാസത്തിനിടെ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾക്ക് നടുവിലായിരുന്നു വിനിമയ നിരക്ക്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് ഒരു റിയാലിന് 22 രൂപ 99 പൈസ ആയിരുന്നതാണ് ഇപ്പോൾ 23 രൂപ കടന്നത്. ഓഗസ്റ്റ് പകുതിയിൽ നേരിയ തോതിൽ രൂപയുടെ മൂല്യം ഉയർന്നപ്പോൾ വീണ്ടും 22 രൂപയിലേക്ക് മടങ്ങിയെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ 23 രൂപയിലേക്ക് തിരികെ എത്തിയിരുന്നു. സെപ്റ്റംബർ 17 മുതൽ അവസാന ആഴ്ചകളിൽ വരെ റിയാൽ രൂപ വിനിമയ നിരക്ക് 22 രൂപ 98 പൈസയിലേക്ക് മടങ്ങിയെത്തി. നീണ്ട ആഴ്ചകൾക്ക് ശേഷം സെപ്റ്റംബർ 30-നാണ് വീണ്ടും 23 എത്തിയത്. അതേസമയം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നതാണ് റിയാലുമായുള്ള വിനിമയ നിരക്കിന്റെ വർധനയ്ക്ക് പിന്നിൽ. GDP-യിലെ വളർച്ച, പണപ്പെരുപ്പം, പലിശ നിരക്ക്, പൊതു തെരഞ്ഞെടുപ്പ്, വ്യാപാര കരാർ തുടങ്ങി നിരവധി ഘടകങ്ങളും വിനിമയ നിരക്കിനെ സ്വാധീനിക്കുന്നുണ്ട്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് പൊതുമേഖലയ്ക്ക് 4 ദിവസത്തെ അവധി. ഡിസംബർ 2, 3 തീയതികളിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ദേശീയ ദിന അവധി. എന്നാൽ ശനി, ഞായർ വാരാന്ത്യ അവധി കൂടി ചേരുമ്പോൾ തുടർച്ചയായ 4 ദിവസം അവധി ലഭിക്കും. പൊതുമേഖലയ്ക്ക് ലഭിക്കുന്ന അവധി സ്വകാര്യ മേഖലയ്ക്കും ബാധകമാണ്. എന്നാൽ സ്വകാര്യ മേഖലയുടെ അവധി വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഡിസംബർ 2-നാണ് ഈദുൽ ഇത്തിഹാദ് എന്ന പേരിൽ നടക്കുന്ന 53ാമത് ദേശീയ ദിനാഘോഷം. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ സ്വദേശീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവാർഡ് നൽകുന്നതിന് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് ഖത്തർ മന്ത്രിസഭയുടെ അംഗീകാരം. കഴിഞ്ഞ ദിവസം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുറഹ്മാൻ അൽഥാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഖത്തർ അവാർഡ് തത്വത്തിൽ അംഗീകരിച്ചു. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി നിയമനം നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ അവാർഡ് നൽകും. ഖത്തർ ദേശീയവൽക്കരണം നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ നൽകുന്ന വലിയ സംഭാവന പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത്. ഇതുവഴി സ്വദേശീകരണത്തിനായി സ്വകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ ആരോഗ്യമാർഗപരമായ മത്സരം പ്രോത്സാഹിപ്പിക്കുക, പൗരന്മാരെ തൊഴിലിനായി ശാക്തീകരിക്കുക, തൊഴിൽ വിപണിയിൽ മത്സരിക്കാൻ അവരെ യോഗ്യമാക്കുക എന്നിവ ലക്ഷ്യമിടുന്നു. 2024-ലെ 12ാം നമ്പർ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ മേഖലയിൽ സ്വദേശീകരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്.
സ്വദേശീകരണ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അമീറിന്റെ നിർദ്ദേശം ഒക്ടോബർ 19 ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതോടെ 6 മാസം പുതിയ നിയമം നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾക്കും സമയപരിധി നൽകിയിട്ടുണ്ട്. നിയമലംഘനം നടത്തുന്നവർക്കായി തടവും വൻതുക പിഴയും ഉൾക്കൊള്ളുന്ന ശിക്ഷകളും നടപ്പിലാക്കും. സ്വദേശികൾക്ക് തൊഴിൽ മേഖലയിലേക്ക് പ്രവേശനം ലഭ്യമാക്കുന്നതിന് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളും ശില്പശാലകളും ആരംഭിച്ചിട്ടുണ്ട്. രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് സന്ദർശക വിസയിൽ ദുബൈയിലെത്തൽ ഇനി എളുപ്പമാകില്ല. ഒമാനിൽ സന്ദർശക വിസയിലെത്തി തൊഴിൽ വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന മലയാളികളടക്കമുള്ള പ്രവാസികളെയാണ് പുതിയ തീരുമാനം ഏറെ പ്രയാസത്തിലാക്കുക എന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. ഒമാനിൽ സന്ദർശക വിസയിൽ നിന്നും തൊഴിൽ വിസയിലേക്ക് മാറണമെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് പോകണം. കുറഞ്ഞ ചെലവും ബസ് അടക്കമുള്ള യാത്രാ സൗകര്യവും കണക്കിലെടുത്ത് വിസ മാറാനായി പലരും ദുബൈയിലായിരുന്നു ആശ്രയിച്ചിരുന്നത്. പുതിയ തീരുമാനം ഇത്തരക്കാർക്ക് തിരിച്ചടിയാണെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ടൂറിസ്റ്റ് സന്ദർശക വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് ദുബൈ ഇമിഗ്രേഷൻ അധികൃതരുടെ നിർദ്ദേശം. QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകളോ ആണ് നൽകേണ്ടത്. കൂടാതെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം. ട്രാവൽ ഏജൻസികൾക്കാണ് ഇത് സംബന്ധിച്ച് ദുബൈ ഇമിഗ്രേഷൻ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. മതിയായ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ വിസയ്ക്കായുള്ള അപേക്ഷ നിരസിക്കപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിൽ വിസ അപേക്ഷിച്ച പലർക്കും കാലതാമസം നേരിടുന്നുണ്ടെന്നും ട്രാവൽ ഏജൻസികൾ അറിയിച്ചു. ഓൺലൈനിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ടിക്കറ്റ് രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി ട്രാവൽ ഏജൻസികളും അറിയിച്ചു. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും വിസ നിബന്ധനകൾ ബാധകമാണെന്നും ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിനായുള്ള നിബന്ധനകളല്ലെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം GDRFA വെബ്സൈറ്റിൽ മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടും വിസ അപ്രൂവൽ ലഭിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ ലഭിക്കാത്തതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത്. സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ടാകണമെന്ന നിബന്ധന നേരത്തെ അധികൃതർ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ റെസിഡൻസ് വിസയുള്ളവരുടെ ബന്ധുക്കൾക്ക് ഇതിൽ ഇളവുണ്ട്. ശീതകാലം ആരംഭിച്ചതോടെ ദുബൈയിലേക്ക് സന്ദർശകരുടെ ഒഴുക്ക് നിലവിൽ വർദ്ധിച്ചു വരികയാണ്. ദുബൈയിൽ സന്ദർശക വിസ നിയമം കർശനമാക്കിയതോടെ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി ഒമാനടക്കമുള്ള GCC രാജ്യങ്ങളിലെത്തിയവർ കുടുങ്ങി. ദുബൈയിലേക്ക് തിരിച്ചു പോകാനാകാതെ ഇങ്ങനെ നിരവധി പേർ മസ്കറ്റ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർ എക്സിറ്റ് അടിച്ച് ഒമാനടക്കമുള്ള രാജ്യങ്ങളിൽ എത്തി വീണ്ടും പുതിയ വിസയെടുത്ത് UAE തിരിച്ചെത്തുകയായിരുന്നു ഇതുവരെ. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടുതലായതിനാലാണ് ഇങ്ങനെ എക്സിറ്റ് അടിക്കാനായി GCC രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദുബൈ ഇമിഗ്രേഷൻ അധികൃതർ കഴിഞ്ഞ ആഴ്ച മുതൽ നിയമം കർശനമാക്കിയതോടെ ഇങ്ങനെ എത്തിയവർ ദുരിതത്തിലായി. ദുബൈയിലേക്ക് ടൂറിസ്റ്റ് സന്ദർശക വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നുമാണ് പുതിയ നിർദ്ദേശം.